ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ്. 3 തരം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമിംഗ് എല്ലാവരും തന്നെ ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു മേഖലയാണിത്. പക്ഷെ വളരെയധികം നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. മനസ്സിലാക്കാനും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പ്രോഗ്രാമിംഗ്. ഫസ്റ്റ് നാം ഡിസ്കസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് ആണ്. സോ ഈ കാണുന്നത് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ടെർമിനൽ ആണ്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ 1970s-ലെയോ 80s-ലെയോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ടെർമിനൽ മാത്രമായിരുന്നു. ടെർമിനലിലൂടെയാണ് നാം കമാൻഡ്സോ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ ആവശ്യമായ ഇൻപുട്ട്സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സോ കിട്ടിയിരുന്നത് ടെർമിനലിലൂടെയായിരുന്നു. ഓക്കെ, vi-a.c എന്ന് പറയുന്നത് vi എന്ന് പറയുന്ന ടൂൾ ഒരു എഡിറ്ററാണ്. നോട്ട് പാഡ് എന്നൊക്കെയും പറയുന്നത് പോലെ ഒരു എഡിറ്ററാണ് vi. ab.c എന്നുള്ളൊരു ഫയലാണ്, സി പ്രോഗ്രാമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണൊരു ബേസിക് സി പ്രോഗ്രാം. ഇതിൻ്റെ സി പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. #include stdio.h എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയൽ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇതൊരു വേറൊരു സി പ്രോഗ്രാം തന്നെയായിരിക്കും. ബേസിക്കലി ഇത് ടെർമിനലിലേക്ക് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ടെർമിനലിൽ നിന്ന് സ്ട്രിങ്സോ ഇൻപുട്ടോ ആക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഹെഡർ ഫയലാണ്. നമ്മൾ സ്ക്രീനിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നതിനാലാണ് ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. ഇതാണ് സി പ്രോഗ്രാമിൻ്റെ നമ്മൾ എഴുതാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റ്. അതിനുശേഷം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളാണ്. അതിനുശേഷം ഒരു ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിൽ നമ്മൾ ഈ വേരിയബിൾ 5 ആകുന്നത് വരെ ലൂപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ വേരിയബിൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 5 ടൈംസ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ഈ ഫോർ ലൂപ്പ് എക്സിറ്റായി ഈ കണ്ടീഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഫോർ ലൂപ്പ് എക്സിറ്റായി ഈ പ്രിൻറ്റ് ഹലോ നവീൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നു. ഇതാണ് ബേസിക്കലി ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മൾ ഈ സോഴ്സ് ഫയൽ സേവ് ചെയ്ത് gcc എന്ന കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്യുന്നു. കമ്പൈലർ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു സി ഇംഗ്ലീഷ് കൈൻഡ് ഓഫ് ലാംഗ്വേജിലാണ്. മെയിൻ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് വി ആർ യൂസിങ്. അതിനെ നമുക്ക് മെഷീനിന് മനസ്സിലാകുന്ന ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് ഈ കമ്പൈലർ. മെഷീനിന് മനസ്സിലാകുന്നത് 1ഉം 0ഉം മാത്രമാണ്. അപ്പോൾ ഈ സി പ്രോഗ്രാമിനെ 1ഉം 0ഉം ഉള്ള ഇൻസ്ട്രക്ഷൻ സെറ്റാക്കി മാറ്റുന്നതാണ് ഈ കമ്പൈലർ ചെയ്യുന്നത്. നമുക്ക് a.out എന്നൊരു ഫയൽ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നു. അതൊന്നും കൂടി കാണിക്കാം. ഞാൻ ഈ ഫയൽ റിമൂവ് ചെയ്യുകയാണ്. ls കമാൻഡ് ചെയ്താൽ ലിസ്റ്റ് ചെയ്താൽ ഫോൾഡറിലെ ഫയൽസ് ലിസ്റ്റ് ചെയ്താൽ a.out ഇല്ല ഇപ്പോൾ നമ്മൾ, കാരണം അത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം gcc ab.c
ചെയ്യുമ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ട് ഫയൽ കിട്ടുന്നു. അത് നമുക്ക് ./a.out കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു. 4 വരെ പ്രിൻ്റ് ചെയ്ത് അതിനുശേഷം ഹലോ നവീൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു സി പ്രോഗ്രാം. സോ ഇവിടെ നമുക്ക് കണ്ടത് നമ്മൾ എഴുതിയ സി പ്രോഗ്രാമിനെ GCC GNU C കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈൽ ചെയ്ത് ഒരു എക്സിക്യൂട്ടബിൾ ആക്കി a.out എന്നൊരു എക്സിക്യൂട്ടബിൾ ആക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് ഒരു ബൈനറി ഫോർമാറ്റ് ഇൻസ്ട്രക്ഷൻ ഫയൽ. നമുക്ക് റീഡ് ചെയ്താൽ മനസ്സിലാകില്ല, കാരണം ഇത് ബൈനറി ഫോർമാറ്റ് ആണ്. അതിനുശേഷം നമ്മൾ // എന്ന കമാൻഡ് ഉപയോഗിച്ച് ആ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് പൈത്തൺ പ്രോഗ്രാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. പൈത്തൺ പ്രോഗ്രാമിന് പൈത്തൺ എന്ന കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെർമിനൽ കിട്ടും, പൈത്തൺ ഇൻ്റർപ്രറ്റർ കിട്ടും. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ python.org പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് വേണ്ടിയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യുക, ലിനക്സ് ആണെങ്കിൽ ലിനക്സിന് വേണ്ടിയിട്ടുള്ള ഡൗൺലോഡ് വേർഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പൈത്തൺ എന്ന് കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റർപ്രറ്റർ കിട്ടും. ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ a എന്നൊരു വേരിയബിൾ 1+2 എന്നുള്ളൊരു ഓപ്പറേഷൻ റിസൾട്ടാണ് എയിലേക്ക് അസൈൻ ചെയ്യുന്നത്. നോക്കിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടായി പ്രിൻറ്റ് a എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 3 ഉടനടി ലഭിച്ചിരിക്കുന്നു. സോ നമുക്ക് ഏത് ഇൻസ്ട്രക്ഷനാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ ഉടനടി പൈത്തൺ ഇൻ്റർപ്രറ്റർ എക്സിക്യൂട്ട് ചെയ്തു തരുന്നു. അതാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷേ സി പ്രോഗ്രാമിൽ അങ്ങനെയായിരുന്നില്ല. നമ്മൾ എഴുതിയ പ്രോഗ്രാം കമ്പൈൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഡയറക്റ്റ്ലി ഒരു ഔട്ട്പുട്ട് അല്ല, ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിരുന്നു. ആ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. ഇവിടെ അങ്ങനെയല്ല, പൈത്തണിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ് എക്സിക്യൂട്ട് ആവുന്നത്. അതുകൊണ്ട് പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റർ എന്നാണ് വിളിക്കുന്നത്. സീനെ നമ്മളൊരു കമ്പൈൽഡ് ലാംഗ്വേജ് എന്നും വിളിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് HTML-ഉം ജാവാസ്ക്രിപ്റ്റുമാണ്. അപ്പം ഞാനിവിടെ ഒരു HTML ഫയൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ നാം കാണുന്നത് HTML ടാഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം p ടാഗ് ഉപയോഗിച്ച് ഹലോ നവീൻ എഴുതിയിരിക്കുന്നു. ഇതാണ് പാരഗ്രാഫ്. അതിനുശേഷം ഒരു സ്ക്രിപ്റ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ console.log ടെസ്റ്റിംഗ് ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു, സ്ട്രിംഗ് പാസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം HTML ക്ലോസ് ചെയ്തിരിക്കുന്നു /HTML ടാഗ് ഉപയോഗിച്ച്. ഇതാണ് ഒരു ബേസിക് HTML ഫയൽ. HTML ഫയൽസ് നമ്മൾ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ കണ്ടൻറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. ബ്രൗസറിൽ നമുക്ക് ഗൂഗിൾ ക്രോമോ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ, മോസില്ല ഫയർഫോക്സോ ഉപയോഗിച്ച് HTML ഫയൽ ഓപ്പൺ ചെയ്യാം. ഡയറക്റ്റ്ലി ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഉള്ള ഫോൾഡറിൽ പോയി
HTML എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി നമ്മൾ എഴുതിയ HTML പാരഗ്രാഫ് പ്രിൻ്റായി. അതോടൊപ്പം കൺസോളിൽ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റും എഴുതിയിരുന്നു. ആ ജാവാസ്ക്രിപ്റ്റാണ് ടെസ്റ്റിംഗ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗസറും ഒരു കമ്പൈലർ പോലെ തന്നെയാണ്. ബ്രൗസറിൽ ഒരു റെൻഡറിങ് എഞ്ചിനും ഒരു HTML റെൻഡറിങ് എഞ്ചിനും ഒരു ജാവാസ്ക്രിപ്റ്റ് കമ്പൈലറും ഉണ്ട്. സാധാരണ ഇപ്പോൾ വരുന്ന ക്രോമിൻ്റെ എല്ലാം എൻജിൻ V8 എൻജിനും ഈ കമ്പൈലറിനെ ജസ്റ്റ് ഇൻ ടൈം ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം C പ്രോഗ്രാം നാം കണ്ടപ്പോൾ കമ്പൈൽ ചെയ്ത നമ്മൾ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്തപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് ഫയലാണ്, എക്സിക്യൂട്ടബിൾ ഫയലാണ് കിട്ടിയത്. ഇവിടെ ഡയറക്റ്റ്ലി പൈത്തണിൽ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വൈസായി എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്നു. അപ്പോൾ ബ്രൗസറിൽ നമുക്ക് സ്പീഡിലി ഔട്ട്പുട്ട് കിട്ടുന്നതിന് ഇൻ്റർപ്രറ്റിംഗ് ഒരു കമ്പൈലറാണ് കൂടുതൽ അനുയോജ്യമെന്ന് തോന്നാം. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് ഒരു ഇൻ്റർപ്രറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ല കമ്പൈലറിനെ. കാരണം അതിനെ വിളിക്കുന്നത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്നാണ്. കാരണം ഈ ഇൻ്റർപ്രറ്റിംഗ് കമ്പൈലറിന് ഉള്ള ഒരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പൈത്തൺ ഇൻ്റർപ്രറ്റർ എടുക്കുന്നു. ഞാൻ ഒരു ഫോർ ലൂപ്പ് പൈത്തണിൽ എഴുതാനാണ് നോക്കുന്നത്. പൈത്തണിൽ ഇൻഡൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ലൈൻ എഴുതിയപ്പോൾ ഒരു ടാബ് അടിച്ച് എഴുതിയത്. അതിനുശേഷം എൻ്റർ അടിച്ച് A is not defined പ്രിൻ്റ് ആയി. ഓക്കെ, ഉടനടി ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 0 1 2 3 4 എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അതാണ് ഇൻ്റർപ്രറ്റിംഗ്. പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റർപ്രറ്റർ ഈച്ച് ടൈം ഈ I വേരിയബിളിൽ പോയി ലൂപ്പ് ചെയ്ത് ഈച്ച് ടൈം ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഈ ഇൻ്റർപ്രറ്ററിന് പ്രോഗ്രാം ഒരു ലൂപ്പിലൂടെ കടന്നു പോവുകയാണെന്നും അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയും ഇല്ല. പക്ഷേ C പ്രോഗ്രാം കമ്പൈലറിന് ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് എഴുതിയാൽ അതൊരു ലൂപ്പിലൂടെ കടന്നു പോവുകയാണെന്നും ആ ഇൻസ്ട്രക്ഷൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുമുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ഇൻ്റർപ്രറ്ററുകൾക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. സോ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിലെത്തുമ്പോൾ സ്പീഡാണ് പെർഫോമൻസ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുകൊണ്ട് ഇൻ്റർപ്രറ്റിംഗ് ഫാസ്റ്റായി എക്സിക്യൂട്ട് ആകും. പക്ഷേ ലൂപ്പ് തുടങ്ങിയ കോംപ്ലക്സ് കൺട്രോൾ ഫ്ലോയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്തതിനാൽ ഒരു ജസ്റ്റ് ഇൻ ടൈം കമ്പൈൽ അപ്രോച്ചാണ് ജാവാസ്ക്രിപ്റ്റ് കമ്പൈലറുകൾ ഉപയോഗിക്കുന്നത്. സോ ബോത്ത് ഇൻ്റർപ്രറ്റിംഗ് കമ്പൈലറിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സും C കമ്പൈൽഡ് കമ്പൈലറുകളുടെ ഫീച്ചേഴ്സും സംയോജിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു അപ്രോച്ചായിരിക്കണം ജാവാസ്ക്രിപ്റ്റ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലറിൽ ഉള്ളത്.
ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ സമ്മറിയായി പറയുകയാണെങ്കിൽ, നാം ഇന്ന് ഒരു സി പ്രോഗ്രാം എഴുതി, അത് കമ്പൈൽ ചെയ്തു, അതിൻ്റെ എക്സിക്യൂട്ടബിളിനെ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. മറ്റൊരു പൈത്തൺ പ്രോഗ്രാം എഴുതി, പൈത്തൺ പ്രോഗ്രാമിൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടു. തേർഡായി നമ്മൾ കണ്ടത് ഒരു HTML പേജ് എങ്ങനെയാണ് ബ്രൗസർ റെൻഡർ ചെയ്യുന്നതെന്നും ഒരു ജാവ കമ്പൈലറും ഒരു റെൻഡറിങ് എഞ്ചിനും ഒരു ബ്രൗസറിലുണ്ടെന്നും നാം മനസ്സിലാക്കി. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. താങ്ക് യു. ഇനിയുള്ള വീഡിയോകളിൽ ഡീറ്റെയിൽ ആയി നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാമിംഗ് സിൻടാക്സ് നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ഡിസ്കസും ചെയ്യാം. താങ്ക് യു.